കൊച്ചി മേനകയിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് യുവതി മരിച്ചു. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച കൊച്ചി സ്വദേശിനി സനിതയാണ് മരിച്ചത്. സംഭവത്തിൽ ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിന് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. രാഗിൻ വിവരങ്ങളുമായിട്ട് രാഗിൻ, കൊച്ചി നഗരത്തിലൊക്കെ പലപ്പോഴും സ്വകാര്യ ബസ്സുകളുടെ വേഗം ഒക്കെ പലപ്പോഴും വാർത്തയായിട്ടുള്ളതാണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷമാണോ മരണം ഉണ്ടായത്? കൊച്ചിയിൽ വീണ്ടും ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടയിൽ പെട്ടുകൊണ്ട് യുവതിക്ക് ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അല്പസമയം മുമ്പാണ് ഇത് സംഭവിച്ചത്. മേനകയിലായിരുന്നു. ഒരു ബസ് മേനക ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മറ്റൊരു ബസ് അതിവേഗത്തിൽ ഇതിനെ മറികടന്ന് എത്തുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന അവർ ഈ ബസ്സിനടിയിൽപ്പെട്ടത്. മുൻപിലുണ്ടായിരുന്ന ഭർത്താവാണ് വാഹനം ഓടിച്ചിരുന്നത്. ഭർത്താവ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിനടിയിലേക്ക് വീഴുകയും അതോടൊപ്പം തന്നെ ഭാര്യ പിന്നാലെ അതിവേഗത്തിലെത്തിയ ബസ്സിനടിയിലേക്ക് വീഴുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് ഏകദേശം 100 മീറ്ററോളം ഈ ഭാര്യയെ വലിച്ചുകൊണ്ട് ഈ ബസ് മുന്നോട്ട് പോയി. അങ്ങനെ ആൾക്കാർ ഇടപെട്ട് തടഞ്ഞു നിർത്തിയാണ് ഇവരെ പുറത്തേക്ക് എടുത്തത്. കൊച്ചി സ്വദേശി സനിത എന്നാണ് ഇവരുടെ പേര് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പോലീസ് ഈ 2 സ്വകാര്യ ബസ്സുകളും, സജിമോൻ എന്നാണ് ഈ ബസ്സുകളുടെ പേര്, 2 ബസ്സുകളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ദാരുണമായ ഒരു സംഭവം.